സൗദിയിലേക്ക് വീണ്ടും മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. റിയാദ അൽ ഖർജിലെ സൈനിക കേന്ദ്രം ലക്ഷ്യമാക്കിയെത്തിയ 3 മിസൈലുകൾ തകർത്തു. കിഴക്കൻ പ്രവിശ്യയിലും അൽ ഖർജിലുമായി 2 ഡ്രോണുകളും പ്രതിരോധിച്ചു. അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകും. അഫ്താബ്, സൗദിയിലേക്ക് വീണ്ടും മിസൈലുകൾ അയക്കുന്നത് സൈനിക കേന്ദ്രം ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. അപ്പോൾ എല്ലാ മിസൈലുകളെയും പ്രതിരോധിച്ചതായാണ് അപ്പോൾ സൗദി പറയുന്നത്. എന്താണ് വിവരങ്ങൾ? അഫ്താബിലേക്ക് വരാം. അൽ ഖർജിൽ സൈനിക കേന്ദ്രത്തിന് നേരെയാണ് ഡ്രോണുകൾ അയച്ചത് ഇറാൻ. ആ ഡ്രോണുകൾ പ്രതിരോധിച്ചതായി കൂടിയാണ് സൗദി ഇപ്പോൾ അറിയിക്കുന്നത്. സൗദിയിലേക്ക് വീണ്ടും ഈ ഒരു മണിക്കൂറുകളിൽ വീണ്ടും മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളുടെ ലക്ഷ്യമൊക്കെ US സൈനിക കേന്ദ്രം തന്നെയാണ്. അത്തരം സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നീക്കമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ വലിയ കുഴപ്പമില്ലാതെ അത് പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നുള്ള സൗദി നൽകിയ വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനമായി കിഴക്കൻ പ്രവിശ്യയിലാണ് ഈ ഡ്രോണുകൾ അയച്ചിരിക്കുന്നത്. അവിടെ അൽ ഖർജ് എന്ന് പറയുന്ന സൈനിക താവളത്തിന് നേരെയാണ് ഈ മിസൈലുകളും ഡ്രോണുകളും അടക്കം അയച്ച് ഇറാൻ പ്രത്യാക്രമണം നടത്തുന്നത്. അത് പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടിയാണ്. അഫ്താബ് തുടരുന്നുണ്ട്. അഫ്താബ്, ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രിൻസ് സുൽത്താൻ എയർബേസ് ലക്ഷ്യമാക്കിക്കൊണ്ട് 3 ക്രൂയിസ് മിസൈലുകൾ എത്തിയിരിക്കുന്നത്. ഇത് തുടരെ ഈ സൈനിക കേന്ദ്രം ഈ ആക്രമണത്തിന് ശ്രമം നടക്കുന്നതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം US സൈനികർ തമ്പടിക്കുന്ന അല്ലെങ്കിൽ സൈനിക പരിശീലനം നൽകുന്ന ഒരു സൈനിക ക്യാമ്പ് കൂടിയാണ് ഇത്. ഈ ആക്രമണം ആരംഭിച്ചത് മുതൽ തന്നെ ഇവിടേക്ക് പലതവണയായി ഡ്രോണുകളും മിസൈലുകളും ആക്രമണത്തിന് ഉപയോഗപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇതുവരെ ഈ കേന്ദ്രത്തിലേക്ക് മിസൈലുകളോ അല്ലെങ്കിൽ ഡ്രോണുകളോ പതിച്ചിട്ടില്ല. അതെല്ലാം തന്നെ നഗരത്തിന് പുറത്തു വെച്ച് പ്രതിരോധിക്കുന്നതായിരുന്നു രീതി. ഇന്നിപ്പോൾ 3 മിസൈലുകൾക്ക് പുറമെ 2 ഡ്രോണുകൾ കൂടി എത്തിയിട്ടുണ്ട്. അതിൽ ഒരു ഡ്രോൺ സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിൽ, എന്ന് വെച്ചാൽ ഇറാൻ കഴിഞ്ഞ് കടൽ കഴിഞ്ഞുള്ള ഉടൻ സൗദിയുടെ തീരപ്രദേശം ആരംഭിക്കുന്നത് കിഴക്കൻ പ്രവിശ്യയിലാണ്. ഇവിടെയാണ് ഒരു ആക്രമണ ശ്രമം പ്രതിരോധിച്ചത്. രണ്ടാമത്തേത് ഇതേ അൽ ഖർജിലുള്ള പ്രിൻസ് സുൽത്താൻ എയർബേസ് ലക്ഷ്യമാക്കിയുള്ള മറ്റൊരു ഡ്രോണും എത്തിയത്. ഏതായിരുന്നാലും താരതമ്യേന കഴിഞ്ഞ 3 ദിവസങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആക്രമണത്തിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് 10ഓളം ഡ്രോണുകൾ എത്തിയിരുന്നെങ്കിലും ഇന്നിപ്പോൾ 3 മിസൈലുകളും 2 ഡ്രോണുകളുമാണ് എത്തിയത്. ഇവയെല്ലാം തന്നെ കൃത്യമായി പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യയിൽ നേരത്തെ കിഴക്കൻ പ്രവിശ്യയിലെ റാസ് തനൂറയിലെ അരാംകോ പ്ലാന്റിൽ നേരിട്ട് പതിച്ചതും ഒപ്പം തന്നെ റിയാദിലെ US-ന്റെ എംബസിയിൽ പതിച്ചതും ഒഴിച്ചാൽ മറ്റിടങ്ങളിലൊന്നും കാര്യമായ നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ പരിക്കുകളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതായിരുന്നാലും ആക്രമണത്തിന്റെ തോത് കുറയുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ദിവസത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. ജിൽസി.